ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഈ ഇരിക്കുന്നത് എൻ്റെ കിറ്റി, അവക്കുള്ള കുഞ്ഞുങ്ങളാണ്, കരിവാലനും തങ്കിയും. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് കൂടിയാണ് ഞാൻ ചോറ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾ മാത്രമേ ചോറ് കഴിക്കുന്നുള്ളൂ. കിറ്റി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിറ്റിയോട് കാര്യമൊന്നും ചോദിക്കാം, എന്താ മാറിയിരിക്കുന്നതെന്നേ. കിറ്റി 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 ഇങ്ങോട്ട് നോക്കേ മോളെ. എന്താ മോക്ക് ചോറ് വേണ്ടേ? കിറ്റി, മോക്ക് ചോറ് വേണ്ടേ? വേണ്ടായോ? എന്താ എന്താ മോള് ചോറിനകത്തെ? കൊച്ചുങ്ങൾക്ക് കൊടുക്കുവാന്നോ? ആന്നോ? കൊച്ചുങ്ങൾ തിന്നട്ടെ അല്ലയോ? അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും പൂച്ചയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ആരെങ്കിലും ചോറ് കൊടുത്തത്. ഇതൊന്നും അല്ല കേട്ടോ. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ന് രാവിലെ 8 മണിക്ക് ഞാൻ ഇവിടുന്ന് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇവർക്ക് ലേശം പാല് കൊടുത്തിട്ട് പോയതാണ്. പിന്നെ വീട്ടിൽ ആളില്ലാത്ത കാരണം വൈകുന്നേരം ഇപ്പോൾ 6 മണിയായി ഞാൻ തിരിച്ചെത്തിയപ്പം ഇതുവരെ ഇവർക്ക് ഒരു ആഹാരവും ആരും കൊടുത്തിട്ടില്ല. ഞാനില്ലെങ്കിൽ ഇവർക്ക് ആഹാരം കൊടുക്കാൻ ആരുമില്ല. അത്രയും വിശന്ന് ഇവരിയ്ക്കുന്നപ്പോഴാണ് ഞാൻ ഇവർക്ക് ഈ ഭക്ഷണം എടുത്തു കൊടുത്തത്. പക്ഷേ ആ ഭക്ഷണം കിട്ടിയപ്പം ആ അമ്മയും മക്കളും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ ആ തള്ളപ്പൂച്ച കിറ്റി അവൾ മാറിയിരിക്കുകയാണ്. അവൾ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ എന്താ അവൾ ഭക്ഷണം കഴിക്കാത്തതെന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ എനിക്ക് അവളുടെ എക്സ്പ്രഷനിൽ നിന്നും ഇത്രയും കാലം അവളെ ഞാൻ വളർത്തിയതായതുകൊണ്ട് എനിക്ക് മനസ്സിലായി അവൾക്കുള്ള മക്കൾ കഴിക്കട്ടെ, അവരുടെ വിശപ്പ് മാറട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് അവൾ ആ മാറിയിരിക്കുന്നത്. അവളും കൂടെ ചേർന്ന് അതിൻ്റെ കൂടെ കഴിക്കാൻ ചെന്ന് കഴിഞ്ഞത് തീർന്നു പോയാലോ എന്നുള്ള അവളുടെ ഒരു മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ആദ്യം വയറ് നിറഞ്ഞിട്ട് മാറട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അവൾ ആ മാറിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിപ്പം മാത്രമല്ല കേട്ടോ, അവൾക്ക് എന്ത് ഭക്ഷണം കൊടുത്താലും അവൾ ആദ്യം അത് അവൾക്കുള്ള മക്കൾക്ക് കൊണ്ട് കൊടുക്കും. അതിനി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണെങ്കിൽ തന്നെ, ഒരു പച്ചമീനാണെങ്കിൽ പോലും അവൾ ആ മീൻ ആദ്യം അവൾക്കുള്ള മക്കൾക്ക് കൊടുക്കും. ഇപ്പോൾ അവൾക്കുള്ള മോള് ഏതാണ്ട് ഭക്ഷണം കഴിഞ്ഞ് തങ്കിക്ക് വയറ് നിറഞ്ഞ് നിൽക്കുക. അവൾ ഇനി ഇങ്ങോട്ട് മാറി കഴിയുന്നുണ്ടെങ്കിൽ കിറ്റി പോയി ഭക്ഷണം കഴിക്കും. അത് അവൾക്കുള്ള ശീലമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് കണ്ടിട്ട് എന്തായാലും ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെ പെണ്ണുങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവരുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് കണ്ട ആൾക്കാരുടെ കൂടെ ഇറങ്ങിപ്പോവാണ്. ആ മക്കളെ ഉപേക്ഷിച്ചിട്ട്, അതും പൊടിക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട്. ഈ കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ വീടിൻ്റെ സമീപത്ത് നിന്ന് 2 പെൺകുട്ടികളുള്ള ഒരു പെണ്ണ് ഏതോ ഒരു പയ്യൻ്റെ ഒപ്പം ആ 2 പെൺകുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചേച്ച് പോയി. ഇത് യഥാർത്ഥത്തിൽ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അവർക്കൊരു പക്ഷേ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബന്ധം ഉപേക്ഷിക്കാം. പക്ഷേ മക്കളെയും കൂടി ഉപേക്ഷിച്ചേച്ച് കണ്ടവരുടെ കൂടെ പോകുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ എത്ര പെൺകുട്ടികളാണ് സ്വന്തമായിട്ട് ഓരോ കുഞ്ഞുങ്ങളെ അവർ അവിഹിതത്തിലൂടെ ഉണ്ടാകുന്നതായിരിക്കാം, പ്രസവിച്ചതിന് ശേഷം കൊന്നു കളയുന്നു, ചാക്കിൽ കെട്ടി എറിഞ്ഞു കളയുന്നു. ഇതെല്ലാം ചെയ്യുന്ന ഓരോ സ്ത്രീകളും യഥാർത്ഥത്തിൽ ഈ മൃഗങ്ങൾ കാണിക്കുന്ന സ്നേഹം കണ്ടുപഠിക്കണം. അതാണ് വേണ്ടുന്നത്. അതൊരു പൂച്ചയായിരുന്നതിനൊക്കെ കൂടി ഇത്രയും വളർന്ന കുഞ്ഞുങ്ങളായിട്ട് പോലും സ്വന്തം വിശപ്പ് മാറ്റി വെച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറിയിരുന്നു. അത് നമ്മൾ ഇന്നത്തെ തലമുറയിലെ ഓരോ മനുഷ്യരും ഇത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നമുക്കില്ലാതായിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യനില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഈ മൃഗങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പണ്ട് നമ്മൾ പറയും മനുഷ്യത്വം, ഇപ്പം മനുഷ്യത്വം ഇല്ല. മൃഗങ്ങൾക്കാണ് യഥാർത്ഥ സ്നേഹമുള്ളത്. അവരാണ് യഥാർത്ഥത്തിൽ അവരുടെ സഹജീവികളോടും സ്വന്തം മക്കളോടും കുഞ്ഞുങ്ങളോടും എല്ലാം സ്നേഹം കാണിക്കുന്നത് മൃഗങ്ങളാണ്. പട്ടികളും പൂച്ചകളും ഒക്കെയാണ്. പട്ടിണിയാണെങ്കിൽ പോലും സ്വന്തമായി ഭക്ഷണം കഴിച്ചു കൊണ്ടുവന്ന് മക്കൾക്ക് കക്കി വെച്ച് കൊടുക്കുന്ന എത്രയോ നായ്ക്കളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് മനുഷ്യൻ സ്വന്തം കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായിട്ട് കൊന്ന് വലിച്ചെറിഞ്ഞ് കളയുന്ന മനുഷ്യനാണ് ഇന്ന് ഈ ഭൂമിയിലുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ യഥാർത്ഥത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അവർ കാണട്ടെ, ഇതാണ് യഥാർത്ഥ സ്നേഹം. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എരിപൊരിയുന്ന വയറും മാറ്റി വെച്ച് മാറിയിരുന്നതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ ഒരു നിശ്ചിത സമയത്ത് സുഖത്തിന് വേണ്ടിയിട്ട് പോയി ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ച് അതിനെ കൊന്ന് കവറിലാക്കി ചപ്പുകൂനയിലേക്ക് വലിച്ചെറിയുന്നതല്ല യഥാർത്ഥ സ്നേഹം. അതുപോലെ സ്വന്തം സുഖത്തിനും സ്വന്തം സന്തോഷത്തിനും വേണ്ടി സ്വന്തം മക്കളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് ആരെങ്കിലും എടുത്ത് അവരെ എങ്ങനെയെങ്കിലും അവർ വളർന്നു
വന്നോട്ടെ എന്ന് കരുതി അവരെ ഉപേക്ഷിച്ച് കണ്ട പുരുഷന്മാരുടെ കൂടെ സുഖം തേടി പോകുന്നതല്ല സുഖം. അവർക്ക് അങ്ങനത്തെ സുഖം വേണമെങ്കിൽ അവർക്ക് പോകാം, പക്ഷേ അവരുടെ മക്കളെ ഉപേക്ഷിച്ചിട്ടാകരുതത്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാ അമ്മമാർക്കും വേണ്ടിയുള്ളതല്ല ഇത്. സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് മാതൃത്വം എന്താണെന്നറിയാതെ നിഷ്ഠൂരരായി പെരുമാറുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവർ ഇത് കാണുവാണെങ്കിൽ അവരിത് കണ്ട് എന്തെങ്കിലും അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമാവാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ഓക്കെ, ബൈ.